നമ്മൾ ഇനി പോകുന്നത് അധികൃതരുടെ ശ്രദ്ധ അതിവേഗം പതിയേണ്ട ഒരു കാര്യത്തിലേക്കാണ്, ഒരു വാർത്തയിലേക്കാണ്. കണ്ണമാലിയിലേക്കാണ് യാത്ര. ഒരു മഴക്കാലം വരുന്നു, അപ്പോഴും നെഞ്ചിടിപ്പ് കൂടുകയാണ് ചെറിയകടവ് കണ്ണമാലിയിലെ ജനങ്ങൾക്ക്. എന്താണ് ആർത്തലത്തിച്ച് വരുന്ന തിരമാലകളെ എങ്ങനെ അതിജീവിക്കുമെന്നാണ് ഇവിടുത്തുകാരുടെ പ്രധാനപ്പെട്ട ആധി. കടൽ ഭിത്തിയും ടെട്രാപോഡുകളും സ്ഥാപിക്കും എന്ന സർക്കാർ വാഗ്ദാനം, പ്രഖ്യാപനം, അതെല്ലാം വെള്ളത്തിൽ വരച്ച വരപൊലിയായെന്ന് ഇവിടുത്തുകാർ പറയുന്നു. എറണാകുളം കണ്ണമാലിയിൽ നിന്നും വിഷ്ണു സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇനി. കഴിഞ്ഞ തവണ ചെറിയകടവ്, കണ്ടക്കടവ്, കണ്ണമാലി മേഖലകളിൽ കടലുകയറ്റം കയറിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ പ്രതിഷേധത്തെ തുടർന്ന് RDOയും കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുകയും നിരവധി വാഗ്ദാനങ്ങൾ പറയുകയും ചെയ്തു. ഇത്തവണ വീണ്ടും ഒരു മഴക്കാലം പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോൾ ആ ഉറപ്പുകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു നോക്കാം. ഞങ്ങളുടെ വരുമാനം എന്താ, എത്ര മാസമായി ഇപ്പോൾ ഈ കടലിൽ നിന്ന് 10 പൈസ വിട്ട്. പിന്നെ ഞങ്ങൾ ജീവിക്കണില്ല, ഞങ്ങൾ ജീവിക്കണം. എൻ്റെ മാതാവേ ഒന്നും വന്നിട്ട് ഇത് തന്നെ പറഞ്ഞങ്ങോട്ട് അവരും പോകണത്. അല്ലാതെ കണ്ട് ഈ കാഴ്ച കണ്ടെന്നെ സമ്മതിക്കുവാ. ഇതൊരു കിടപ്പിടം വെക്കണമെങ്കിൽ എന്ത് വേണം? ഞങ്ങൾ മത്സ്യത്തൊഴിലാളിയാണ്. ചെറിയ കടവിലും കണ്ണമാലിയിലും ഒരു മാറ്റവുമില്ല. പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളെല്ലാം കടലിൽ ഒഴുകിപ്പോയി. ഈ മഴക്കാലത്ത് കരതൊടാനെത്തുന്ന കടലിനെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഇവിടുത്തുകാർ. കളക്ടർ ഉൾപ്പെടെ വന്ന് എല്ലായിടും നോക്കി, വീട്ടിലൊക്കെ കയറി എല്ലാം നോക്കി പോയി. പിന്നെ കടൽ ഭിത്തിയുടെ ഒക്കെ എല്ലാം പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല ഇവിടെ. ഈ ഞങ്ങൾ എല്ലാ കൊല്ലം ഇത് അനുഭവിക്കുക തന്നെയുള്ളത്. ഇപ്പോൾ ഇന്നത്തെ വരവെന്ത് വരവരയ്ക്കുന്നൊരു പ്രതീക്ഷയില്ല. അങ്ങോട്ട് പോകുന്നൊരു പിടുത്തമില്ല. ഇവരിലാണ് ഒരു കിടക്കാനുള്ള ഒരു അവസ്ഥയുമില്ല. മഴ പെയ്ത് അതിൻ്റെ അകത്ത് മൊത്തം ചോരും. ഏറ്റുകുത്തിരിക്കേണ്ട ഭാഗമായിരിക്കും. വെള്ളം കോരത്തിയായാലും അടിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. അതാണ് ഞങ്ങളുടെ അവസ്ഥ. കഴിഞ്ഞ തവണ കടലെടുത്തതിന്റെ അവശേഷിപ്പാണ് ഇക്കാണുന്ന വീട്. പോകാൻ മറ്റൊരിടമില്ലാത്തതിനാൽ മാത്രം ഇവിടെ ജീവിക്കുകയാണ് ജോസഫ്. ഇത് കടലിടിച്ച് പോയതാണ്. 2-3 പ്രാവശ്യം ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യത്തെ ഇടിക്ക് കംപ്ലീറ്റ് നിലം പറ്റുകയാണ് ചെയ്തു. ഉദ്ദേശമുണ്ട് പോകാനായിട്ട്. ഇവിടെ കൈവശമൊന്നുമില്ല. ഇത് എന്തെങ്കിലും ചെയ്താലെങ്കിൽ സർക്കാരിൻ്റെ ആനുകൂല്യമൊന്നും പ്രതീക്ഷിക്കണില്ല. ചെല്ലാനം മാതൃകയിൽ ടെട്രാപാഡുകൾ സ്ഥാപിച്ചാൽ ചെറിയ കടവ് കണ്ണമാലി മേഖലയ്ക്ക് ആശ്വാസമാകും. പദ്ധതി പ്രഖ്യാപിച്ചെങ്കിലും ഇതുവരെ എങ്ങും എത്തിയില്ല. ഈ ധനസഹായം ലഭിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇവിടെ വേണ്ടത് ചെല്ലാനം മോഡല് ടെട്രാപാഡാണ് അത്യാവശ്യമായിട്ട് ഇവിടെ വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കടൽ കയറ്റത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. കടൽ കയറുന്നതിന് മുമ്പായിട്ട് സാധാരണഗതിയിൽ ജിയോ ബാഗ് കൊണ്ടുവന്ന് വെക്കുന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം അതും ചെയ്തിട്ടില്ല. കടൽക്ഷോഭത്തെ തുടർന്ന് നാശനഷ്ടം നേരിട്ട കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുന്നതായിരുന്നു പതിവ് രീതി. എന്നാൽ ഇവിടുത്തുകാർക്ക് കഴിഞ്ഞ തവണ കിട്ടിയത് എന്താണെന്ന് അവർ തന്നെ പറയും. ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല ഇതുവരെ ഒരു സാധനം. ഇങ്ങനെ വരും, നോക്കും, പോകും. അല്ലാണ്ട് വേറെ ഒരു സഹായവും ഞങ്ങൾക്ക് ഇന്ന് വരെയും കിട്ടിയില്ലെന്നല്ല. ഒരു 520 രൂപ കിട്ടിയിട്ടുണ്ട്. ഈ കടൽ കയറ്റമെല്ലാം പോരെ, അത് മതിയല്ല. എൻ്റെത് ഇവിടെ ഞങ്ങളെയൊക്കെ പൊക്കിക്കണമെന്ന് ഞങ്ങളുടെയൊക്കെ ഇവിടെ കാണാനൊക്കെയല്ല. ഞങ്ങൾ അത്രയും വെള്ളം വന്ന് പൊങ്ങി. അപ്പോൾ അവർ 520 രൂപ കിട്ടിയിട്ടുണ്ട്. മൺമൂലി കഴിഞ്ഞ കയറ്റത്തിന് മണ്ണ് കംപ്ലീറ്റ് എല്ലാം വന്ന് വീണ് അതിൻ്റെ പേരുടെ അകത്ത് മഴ പെയ്യുന്നാൽ കൂടി വെള്ളം കയറുന്ന അവസ്ഥയിൽ കിടക്കാൻ പോലും പറ്റണില്ല. ഞങ്ങൾക്ക് നിങ്ങൾ കിടക്കുന്നത് ഈ മഴ മാറി കഴിയുമ്പോൾ തന്നെ മാറി കിടക്കാറ്. കാര്യം വെള്ളം ആയി പരിക്കണ്ടേ, ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കടല് കയറുമ്പോൾ കളക്ടറും ജനപ്രതിനിധികളും ഞങ്ങളുമെല്ലാം കണ്ടും കേട്ടും കണ്ണമാലിയിലേക്കും ചെറിയ കടവിലേക്കുമെല്ലാം ഓടിയെത്തും. കടലിറങ്ങിപ്പോകുമ്പോൾ അതേ സ്പീഡിൽ തിരികെ പോകും. കുറെ വാഗ്ദാനങ്ങളും നൽകും. എന്നവസാനിക്കും കേരളത്തിന്റെ സ്വന്തം സൈന്യത്തോടുള്ള ഈ ചതി? കൊച്ചിയിൽ നിന്ന് സച്ചിൻ ചന്ദ്രകൊപ്പം, വിഷ്ണു സുരേഷ്, 24.